നമസ്കാരം. വാരിയർ ജിയുടെയൊക്കെ ഒരു അവസ്ഥ നോക്കണേ. ചാനൽ ചർച്ചയിലൊക്കെ ഇരുന്ന് ഗീർവാണം അടിച്ചിട്ട് നേരെ മത്സരിക്കാൻ ചെല്ലുമ്പോൾ കോൺഗ്രസ്സുകാർ പറയാണ് ഇവനെ ഞങ്ങളുടെ മണ്ഡലത്തിൽ വേണ്ട എന്ന് പറയുമ്പോൾ പാർട്ടിക്കകത്ത് സന്ദീപ് ജി വാര്യരുടെയൊക്കെ അവസ്ഥ നോക്കണേ. പാലക്കാട് എന്ന സ്വന്തം ജില്ലയിൽ അവിടെ എങ്ങും അടുപ്പിച്ചിട്ടേ ഇല്ല, ഒറ്റ സീറ്റ് ജയിക്കില്ല എന്നാണ് പാർട്ടി നേതൃത്വം തന്നെ പറയുന്നത്. അങ്ങനെയാണ് വാര്യരെ കൊണ്ടുവന്ന് കാസർഗോഡ് ജില്ലയിൽ എങ്ങനെ പാർട്ടിക്കോ അല്ലെങ്കിൽ വാര്യർക്കോ ഒരു ബന്ധവുമില്ലാത്ത കാസർഗോഡ് തൃക്കരിപ്പൂര് കൊണ്ടുവന്ന് നടതള്ളുകയായിരുന്നു. നടതള്ളി എന്നൊരു വാർത്ത വന്നല്ലോ, നിങ്ങൾ കേട്ടിരുന്നോ? കേട്ടെ. ഇപ്പോൾ വരുന്ന ഇലക്ഷൻ ബ്രേക്കിംഗ് വാർത്തയിലേക്ക്. സന്ദീപ് വാര്യർ തൃക്കരിപ്പൂരിൽ യുഡിഎഫ് സ്ഥാനാർത്ഥിയാകും. കേരള കോൺഗ്രസിൽ നിന്ന് ഇത്തവണ കോൺഗ്രസ് ഏറ്റെടുത്ത സീറ്റിൽ സന്ദീപ് വാര്യരെയാണ് ഇറക്കുന്നത്. ഇതാ തൃക്കരിപ്പൂരിൽ സന്ദീപ് ജി വാര്യർ ചാനലിലൂടെ പ്രഖ്യാപനം വരികയാണ്. സാധാരണഗതിയിൽ എന്ത് സംഭവിക്കണം? കോൺഗ്രസ്സുകാരെല്ലാം കൂടി ഇന്ന് എണീറ്റ് നിന്ന് കൈയടിച്ച് ഇതാ ഞങ്ങൾക്ക് വിസ്മയം, വാര്യർ വിസ്മയം തൃക്കരിപ്പൂരിൽ എന്നുള്ള നിലയ്ക്ക് അവിടെ കൈയടിച്ച് സ്വീകരിക്കുമെന്ന് കരുതിയെടുത്താണ് DCC പ്രസിഡന്റ് നേരിട്ട് വന്നിട്ട് ദേ ഈ വാചകം പറഞ്ഞു. അല്ല, പാർട്ടിയുടെ ഒരു നിലപാട് അതാണ്. നിലപാട് മേൽക്കമ്മിറ്റി നമ്മൾ അറിയിച്ചു. ഇനി അനുഭാവപൂർവ്വം പരിഗണിക്കേണ്ട ഉത്തരവാദിത്വം അനുഭാവപൂർവ്വം പരിഗണിക്കേണ്ടത് KPC നേതൃത്വവും ACC നേതൃത്വമാണ്. നമുക്ക് മേൽ നേതൃത്വത്തോട് റിക്വസ്റ്റ് ചെയ്യാൻ നമ്മളെ കാര്യങ്ങൾ അവരോട് ധരിപ്പിച്ചിട്ടുണ്ട്. ഇനി അവരെന്തായാലും അനുഭാവപൂർവ്വം നമ്മുടെ ഈ ജില്ലയിലെ വികാരത്തോടൊപ്പം AICC നേതൃത്വവും KPC നേതൃത്വവും നിൽക്കുമെന്നാണ് നമ്മുടെ പ്രതീക്ഷ. അല്ല, അതിപ്പോ നമ്മൾ ഓൾറെഡി നമ്മൾ കൊടുത്തിട്ടുണ്ടല്ലോ. വിസ്മയങ്ങൾ ഉണ്ടാകുമ്പോഴേ ഈ കാലാകാലങ്ങളായി പണിയെടുക്കുന്ന കോൺഗ്രസ് നേതാക്കൾ പെരുവഴിയിലാകുകയാണോ? അല്ല, അങ്ങനെയില്ല, അങ്ങനെ ഒരു ഇതില്ല. പക്ഷേ എന്തായാലും ജില്ലയിൽ നിന്നുള്ള മുതിർന്ന ആളുകളെ പരിഗണിക്കണമെന്ന് തന്നെയാണ് നമ്മൾ ആവശ്യപ്പെടുന്നത്. കണ്ടല്ലോ, വിസ്മയങ്ങൾ പലതും വരുമ്പോൾ കോൺഗ്രസ് നേതാക്കന്മാർ വഴിയാധാരമാകുന്നു എന്ന അവസ്ഥ വരുമ്പോൾ അവരെല്ലാം അസ്വസ്ഥരാണ്, പൊട്ടിത്തെറിക്കുകയാണ്. ആ പൊട്ടിത്തെറിക്കുന്ന അവസ്ഥ എത്തുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇന്ന് ഡൽഹിയിൽ നിന്ന് സതീശൻ അടിച്ചൊരു വാചകമുണ്ട്. എന്തോ വാങ്ങിച്ച് അടിച്ചിട്ടാണ് ആ ഡയലോഗ് അടിച്ചതെന്ന് നാട്ടുകാർ പറയപ്പെടുന്നുണ്ട്. അവിടെ മറ്റേ ബ്രത്ത് അനലൈസർ ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്കറിയില്ല. എന്തായാലും അത് എന്തോ അടിച്ചതാകട്ടെ, പക്ഷേ ആ വാചകം കൂടി നിങ്ങളൊന്ന് കേട്ടെ. ഒരു വിഷയമില്ല. ഇനി ആര് പോസ്റ്റർ അടിക്കുന്ന പ്രസിൽ പോയിട്ട് ഓരോരുത്തർ അത് നോക്കിയിട്ട് വാർത്തകൾ ഇതൊന്നും കൊണ്ട് ഞാൻ പറയട്ടെ, നിങ്ങൾ ചരിത്രം പരിശോധിക്കും. അല്ല, ചരിത്രം അറിയാലോ. UDFിലൊക്കെ ഒരു അലോസരമില്ലാതെ, ഒരു തർക്കമില്ലാതെ എത്ര ഭംഗിയാണ്. നിങ്ങൾ ആരും അറിഞ്ഞു പോലും ഇല്ല. UDFിൽ വല്ല പ്രശ്നമുണ്ടോ? ടീം UDF തന്നെയല്ലേ. ഇപ്പൊ പ്രശ്നം ആർക്കാണ്? നിങ്ങൾ തന്നെ ചിന്തിച്ചു നോക്കൂ. കിളി പറന്നിരിക്കുന്നത് ആരുടെ അവസ്ഥയാണെന്ന് കൂടി നിങ്ങൾ നോക്കുക. കേരളത്തിൽ കൊട്ടിഘോഷിച്ച് കൊണ്ടുവന്ന പല സംഘപരിവാർ BJP അലയൻസിൽ പാർട്ടിക്കകത്തുള്ളവർക്ക് പോലും താല്പര്യമില്ല. ആ നേതാക്കന്മാർ വരുന്നതിൽ DCC പ്രസിഡന്റുമാർ വരെ നേരിട്ട് നിന്ന് എതിർക്കുന്നുണ്ടെങ്കിൽ കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വത്തെ എങ്ങനെയാണ് കീഴ്ഘടകങ്ങളിലുള്ളവർ പരിഗണിക്കുന്നു എന്നതിൻ്റെ നേർസാക്ഷ്യമാണ് വാര്യരെ ഈ രീതിയിൽ ഗതികിട്ടാതെ അലയുന്നൊരു പ്രേതത്തിന്റെ അവസ്ഥയിലാക്കിയത്. അതായത് നേതൃത്വം എടുത്ത് കാസർഗോഡ് തൃക്കരിപ്പൂരിലേക്ക് ഒരു എറിയെറിയുമ്പോൾ DCC അയ്യോ ഈ ബാധയെ ഞങ്ങൾക്ക് വേണ്ടെന്ന് പറയുമ്പോൾ കോൺഗ്രസിനകത്ത് 1 വർഷമോ 2 വർഷമോ പിന്നിടുമ്പോഴും വാര്യരെ എങ്ങനെയാണ് ആ പാർട്ടിയിലുള്ളവർ സ്വീകരിക്കുന്നു എന്നതിൻ്റെ നേർസാക്ഷ്യമാണ്. പണി നിർത്തിക്കൂടെ എന്ന് പാർട്ടിക്കാർ തന്നെ ചോദിക്കുമ്പോൾ നാട്ടുകാരുടെ ചോദ്യം പിന്നെ പറയേണ്ടതുണ്ടോ എന്നാണ് വാര്യരെ ഓർമ്മിപ്പിക്കാനുള്ളത്. ജനപിന്തുണയൊക്കെ കാണുമ്പോൾ കണ്ണ് നിറഞ്ഞു പോവുകയാണ്.